നമ്മൾ സാധാരണ നാരങ്ങ നീരെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി വെറുതെ കളയുകയാണ് ചെയ്യാറുള്ളത്, അല്ലേ? എന്നാൽ ഇതുകൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട്, പ്രത്യേകിച്ചും കൃഷിയിൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവയുടെ ഗുണങ്ങൾ എന്താണ് കൃഷിയിലെന്ന് കണ്ടു നോക്കാം. സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ച്, ലെമൺ എന്നിവയെല്ലാം തന്നെ നമുക്ക് കൃഷിയിൽ ജൈവവളമായും ജൈവ കീടനാശിനിയുമായും എല്ലാം ഉപയോഗിക്കുവാൻ കഴിയും. ഓറഞ്ച് പീൽസ് അല്ലെങ്കിൽ ഓറഞ്ച് തൊലിയുടെ നിരവധിയായ ഉപയോഗങ്ങൾ അതൊരിക്കൽ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പലർക്കും അതും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ 2 രീതികളിലാണ് ലെമൺ പീൽസ് ജൈവ കീടനാശിനിയായും ജൈവ വളമായും ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡിൽ ലെമൺ പീൽസ് എല്ലാം ഇതുപോലെ കളക്ട് ചെയ്ത് ഒരു ജാറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ സൂക്ഷിച്ചതിന് ശേഷം നാരങ്ങയുടെ തുണ്ടുകൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഉപയോഗിക്കാം. ലെമൺ പീൽസ് നമുക്ക് ഒറ്റ തവണയൊന്നും അധികമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കുറച്ചായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറിലോ ഇതുപോലെ ജാറിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നീട് കുറേ എണ്ണം ആയി കഴിയുമ്പോൾ പുറത്തേക്കെടുത്ത് ഇതുപോലെ ഒരു ജാറിലാക്കി വെള്ളമൊഴിച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വരുന്ന രീതിയിൽ ഒരു ദിവസം നമുക്ക് വെച്ചതിന് ശേഷം മറ്റ് ചേരുവകളുമായിട്ട് ചേർത്ത് ഉപയോഗിക്കാം. ആദ്യത്തെ രീതിയിൽ ഞാൻ ഇതിൻ്റെ നീര് കഞ്ഞിവെള്ളവുമായിട്ട് മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. കഞ്ഞിവെള്ളവും ഇതുപോലെ ഒരു നല്ല ജൈവ കീടനാശിനിയും ജൈവ വളവും കൂടിയാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത്. ഞാനിവിടെ 2 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ ഡൈല്യൂട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്തത്, ഇരട്ടി വെള്ളം ഉപയോഗിച്ച്. കഞ്ഞിവെള്ളം പുറത്ത് വയ്ക്കുമ്പോൾ നല്ല കട്ടിയാകുന്നതിനാൽ നന്നായിട്ട് തന്നെ നേർപ്പിച്ച് വേണം ഉപയോഗിക്കാൻ. പാടയുണ്ടെങ്കിൽ അതെല്ലാം നീക്കണം. കട്ടി കൂടുതലാണെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ നന്നായിരിക്കും. ഞാനിവിടെ ഏകദേശം 1 ലിറ്ററോളം വരുന്ന ലൈനിയാണ് തയ്യാറാക്കുന്നത്. ലെമൺ പീൽസും എടുത്തിരിക്കുന്നത് കൃത്യമായ കണക്കൊന്നുമില്ല. നാരങ്ങയുടെ നീരെല്ലാം പിഴിഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് പുളിരസം കുറവാണ്. ചെറിയൊരു പുളിപ്പ് മാത്രമേ ഈ ലൈനിക്ക് ഉണ്ടാവുകയുള്ളൂ. നാരങ്ങയുടെ തൊണ്ടിലും ധാരാളം ഗുണങ്ങളുണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സൾഫർ, ഫോസ്ഫറസ് അങ്ങനെ ഒട്ടുമിക്ക മിനറൽസും ഇതിലടങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് വൈറ്റമിൻ സി. കൂടാതെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി കൂടിയുണ്ട് ഇതിന്. അതിനാൽ തന്നെ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ കീടനാശിനിയായിട്ട് നമുക്കിതിനെ കരുതാം. ഇതുപോലെ ലായനി തയ്യാറാക്കിയതിന് ശേഷം ബാക്കി വരുന്ന തൊണ്ടുകൾ നമ്മൾ വെറുതെ കളയണ്ട. ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണിൽ അല്ലെങ്കിൽ പുളിരസം കുറവുള്ള മണ്ണാണെങ്കിൽ നമ്മളിതിൻ്റെ തൊണ്ടുകൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ അസിഡിറ്റി, അത് pH വാല്യൂ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി കൂടിയാവും ഈ തൊണ്ടുകൾ. ഞാനിവിടെ ഉപയോഗിക്കുന്ന മണ്ണിലും ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണാണ്. കൂടുതൽ അസിഡിറ്റി ഒന്നും ഇല്ലാത്തതിനാൽ ഞാൻ തൊണ്ടുകൾ കൂടി ചേർക്കാറുണ്ട് മണ്ണിൽ. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിലും ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ മുകൾ ഭാഗത്തായിട്ടും കൊടുക്കാറുണ്ട്. ചില ചെടികളും നേരിയ അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന മണ്ണാണ് ഇഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ചും വിൻ്റർ സീസണിൽ കൃഷി ചെയ്യുന്ന വിളകൾ. ഇങ്ങനെയുള്ള ചെടികൾക്ക് അല്പം അസിഡിറ്റി ഉള്ള ഇതുപോലുള്ള ലെമൺ പീൽസ്, ഓറഞ്ച് പീൽസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളമായും അസിഡിറ്റി ക്രമീകരിക്കാനുമെല്ലാം ഉപകാരപ്പെടും. ഇതുപോലെ തയ്യാറാക്കുന്ന ലൈനി കീടബാധകൾക്കെതിരായും ഉണ്ടാകാതിരിക്കാനുമെല്ലാം നമുക്ക് ഇലകളിലും തണ്ടുകളിലുമായിട്ട് തളിച്ചു കൊടുക്കാം. ഇത് 2ാമത്തെ മെത്തേഡാണ്. ഇതിൽ ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നില്ല. ഈ ലായനി തന്നെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. 1 ലിറ്റർ ലായനിയാണ് തയ്യാറാക്കുന്നത്. ഈ രീതിയിലും ഞാൻ ഇവിടെ ലെമൺ പീൽസ് ഉപയോഗിക്കാറുണ്ട്. ഐഡിയൽ ആയിട്ടുള്ളൊരു കണക്ക് പറയുകയാണെങ്കിൽ 100 ഗ്രാം ലെമൺ പീൽസ് 1 ലിറ്റർ വെള്ളത്തിനായിരിക്കും അനുയോജ്യം. നമ്മൾ കൂടുതൽ ലെമൺ പീൽസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളവും ഡൈല്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയാൽ അതും ഹാനികരമാകും, ചെടികൾക്ക് കരിഞ്ഞു പോകാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ടാകും.
പ്രത്യേകിച്ചും വേനൽക്കാലമാണെങ്കിൽ. അതിനാൽ ലെമൺ പീൽസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വെള്ളവും കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത്. ചൂടുകാലത്ത് ഇങ്ങനെ തളിക്കുന്നത് കൊണ്ട് ചെടികൾക്കൊരു സംരക്ഷണമായി ഇത് തീരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ടോക്സിൻ ഹാംഫുൾ ഓക്സിഡൻ്റായ ഓസോണിൽ നിന്നും ചെടികളെ ഒരു പരിധിവരെ സംരക്ഷിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ഫംഗസ് ബാധകളൊക്കെ ചെടികളിൽ കാണുകയാണെങ്കിൽ ആഴ്ചയിൽ 1 തവണ എന്ന രീതിയിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനകരമായിരിക്കും. ജൈവ കീടനാശിനികൾ പല തവണകളിൽ പലതും ഉപയോഗിച്ചു നോക്കാം. എന്ത് തന്നെ ഉപയോഗിച്ചാലും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ആകാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കുവാൻ സാധിക്കും. എങ്കിലും അധികമുള്ളവയെ പറിച്ചു കളയുന്നതായിരിക്കും നല്ലത്. ഇവിടെ ചൂടുകാലത്ത് നട്ടിരുന്ന ചീരകളാണ്. ഇടയ്ക്കിടെ ഞാൻ ഇത്തരത്തിൽ തളിച്ചു കൊടുത്തിരുന്നു. ബാക്കി വന്നവ ഇതുപോലെ മണ്ണിൽ ഇതിൻ്റെ തൊണ്ടുകൾ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. തൊണ്ടുകൾ ഇതുപോലെ മണ്ണിലിടുന്നത് കൊണ്ടും വളരെയധികം ഉപയോഗങ്ങളാണുള്ളത്. ചെറിയ പ്രാണികളും ഉറുമ്പുകളും സിട്രസ് ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ പീൽസിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാറില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെ പീൽസ് നമ്മൾ മണ്ണിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളെ അല്ലെങ്കിൽ ചെറിയ ഫ്ലൈസ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുവാൻ സാധിക്കും. ഞാൻ ഇങ്ങനെ നിക്ഷേപിച്ചതിനു ശേഷം അത് ഉണങ്ങിക്കഴിയുമ്പോൾ എടുത്തു മാറ്റുകയാണ് ചെയ്യാറുള്ളത്. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് വേറൊരു രീതിയാണ്. അത് മറ്റുള്ള വേസ്റ്റുകൾക്കൊപ്പം നിക്ഷേപിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ വെറുതെ ഇടുന്നത് ഉണങ്ങിക്കഴിയുമ്പോൾ എടുത്തു കളയുകയും. കൃഷിയിടങ്ങളിൽ പൂച്ചയുടെയും പട്ടിയുടെയും എല്ലാം ശല്യമുള്ളവർക്കും ഇത്തരത്തിൽ ലെമൺ പീൽസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ അവയെ അകറ്റി നിർത്താം എന്ന് പറയുന്നു. ഇവിടെ എനിക്ക് അത്തരത്തിൽ ഉപയോഗമില്ലാത്തത് കൊണ്ട് ഞാൻ ആ രീതിയിൽ പരീക്ഷണം നടത്തിയിട്ടില്ല. ഗാർഡനിലൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കൃഷിയിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഒച്ചിൻ്റെ അമിതമായിട്ടുള്ള ശല്യം. ഇടയ്ക്ക് മണ്ണ് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി മണൽ ചേർത്ത് കൊടുത്തിരുന്നു. മണലിൽ നിന്നാവണം ഇത്തരത്തിൽ ഒരുപാട് ഒച്ചുകൾ വന്നു കൂടുകയുണ്ടായി. അത് ധാരാളമായി പെരുകുകയും വലിയൊരു ശല്യമാവുകയും ചെയ്തു. വിത്തുകളൊക്കെ ഇടുന്നതെല്ലാം തിന്നു തീർക്കുകയും ഇലകൾ തിന്നുക, ഇതുപോലെ വലിയ ശല്യമായി തന്നെയായിരുന്നു എനിക്കിവിടെ ഇത്. അങ്ങനെ ഞാൻ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. പക്ഷെ വിജയിച്ച ഒന്നാണ് ഇത്തരത്തിൽ ലെമൺ പീൽസ് ഇട്ടുകൊടുത്തത്. വേറെ കുറച്ച് രീതികളും പ്രയോജനം ചെയ്തു. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. നാരങ്ങയുടെ തൊണ്ടുകൾ ഇങ്ങനെ ഇട്ടുകൊടുത്തപ്പോൾ ഒച്ചുകൾ കൂട്ടമായിട്ട് വന്ന് ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും കുറേ എണ്ണം അങ്ങനെ ചത്തുപോവുകയും ചെയ്തു. ബാക്കിയുള്ളവയെ ഞാൻ കൂട്ടമായിട്ട് കളക്ട് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്തത്. മണ്ണിനടിയിൽ നിന്നും ഇത് ഭക്ഷിക്കുന്നതിന് വേണ്ടി മുകളിലേക്ക് കയറി വരുന്ന ഒച്ചുകളെ ഇത്തരത്തിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ തയ്യാറാക്കുന്ന ലായനി ഇടയ്ക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുത്തതും ഉപകാരപ്രദമായി. ഇവയിങ്ങനെ ഓരോന്നായിട്ട് പിറക്കി കളയുന്നതിലും വളരെ എളുപ്പമായിട്ട് തോന്നിയത് ഓറഞ്ച് പീൽസോ അല്ലെങ്കിൽ ലെമൺ പീൽസോ ഇതുപോലെ ഇട്ട് കൊടുത്ത് ആകർഷിച്ചതിനു ശേഷം അവയെ കൂട്ടമായിട്ട് നശിപ്പിക്കുന്നതാണ്. സമയവും ലാഭമാവും. എനിക്കിവിടെ ലെമൺ പീൽസ് ഉപയോഗിച്ച് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായ ഗുണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനിയും ധാരാളം ഗുണങ്ങൾ ലെമൺ പീൽസ് അല്ലെങ്കിൽ നാരങ്ങ തൊണ്ട് കൊണ്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഉപയോഗിച്ച് നോക്കി അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.